സഫാരിയുടെ ഈ സ്റ്റുഡിയോയിൽ ജഡ്ജിമാരും പോലീസ് ഉദ്യോഗസ്ഥരും ജയിൽ സൂപ്രണ്ടുമാരും ഒക്കെ വന്നിരുന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കുപ്രസിദ്ധനായ ഒരു മോഷ്ടാവാണ്. പിന്നീട് അദ്ദേഹം ആത്മകഥ എഴുതി പ്രശസ്തനായി മാറി. നിങ്ങൾക്ക് പലർക്കും സുപരിചിതനായ ശ്രീ മണിയൻ പിള്ളയാണ് ഇന്ന് നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറയാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. സ്വാഗതം. ഏത് പ്രായത്തിലാണ് ആദ്യമായിട്ട് മോഷണത്തിലേക്ക് ഇറങ്ങുന്നത്? ഒരു 15 വയസ്സ് കാണും. അച്ഛൻ്റെ സഹോദരിയുടെ മകൻ്റെ ഒരു അരഞ്ഞാണം മോഷ്ടിച്ചുകൊണ്ടായിരുന്നു തുടക്കം. സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങി? അതെ, തുടക്കം എന്ന് പറയുന്നത് അച്ഛൻ്റെ മറ്റൊരു സഹോദരി പറഞ്ഞു, പിന്നെ ഞാൻ ആ വീട്ടിൽ ചെന്ന് 5 പൈസ ചോദിച്ചിരുന്നു. ഇത് ഏത് വർഷമായിരിക്കും? 5 പൈസയ്ക്കൊക്കെ നല്ല വിലയുള്ള കാലം. അതെ, 66, 67, 68 കാലഘട്ടം. ആ കാലഘട്ടത്തിൽ 69-ലാണ് ഞാൻ ആദ്യമായിട്ട് ജയിലിൽ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പാണ്. അപ്പോൾ ഈ അരഞ്ഞാണം മോഷ്ടിക്കാനുള്ള കാരണം എന്തായിരുന്നു? എൻ്റെ അച്ഛൻ്റെ മറ്റൊരു സഹോദരി പറഞ്ഞിട്ടാ, നീ എപ്പോഴും ആ വീട്ടിൽ പോകും, കൊച്ചിനൊക്കെ എടുക്കാൻ. നീ അവിടെ പോകുമ്പം നീ ഒരു കാര്യം ചെയ്യും, ശ്രീധരൻ്റെ മോൻ്റെ അരിഞ്ഞാണം എടുത്തിട്ട് പോവാ, നിനക്ക് 5 രൂപ തരുന്നുണ്ട്, നീ 5 പൈസ അല്ലേ ചോദിച്ചെന്നു. അപ്പോൾ എനിക്ക് 5 രൂപ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ്ട് ഞങ്ങളുടെ നാട്ടിൽ പകുതി വിലയ്ക്ക് മേടിച്ചാണൊക്കെയുള്ളൊരു സന്തോഷം തോന്നി. കാരണം അന്നത്തെ 5 രൂപയെന്ന് പറയുമ്പം ഇന്നത്തെ ഒരു 50,000-ൻ്റെ വാല്യൂ ഉണ്ട്. അന്ന് 5 പൈസയ്ക്ക് 3 പൈസയ്ക്ക് ചായ കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടമാണ്. അരയിടയ്ക്ക് ദോശ കിട്ടും, കാലിണയ്ക്ക് ചായ കിട്ടും, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഉടനെ ഓടി ചെന്ന് കൊച്ചിനെ വീണ്ടും എടുത്തു. അപ്പോൾ ഞാൻ അവിടെ ചെന്നാൽ ഉടനെ കൊച്ചിനെ ഞാൻ എടുത്തോളൂ. വീട്ടിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. എൻ്റെ അച്ഛൻ്റെ സൗകര്യമല്ലേ, അപ്പോൾ പിന്നെ അതെ അടുത്തിട്ടാ. പക്ഷേ ഞാൻ അവിടെ പോകുന്നത് ഈ കൊച്ചിനെ കാണാൻ കൂടെ. കാരണം നല്ല ഒരു ഓമനത്തുള്ള കൊച്ച, തുമുക്കായിട്ടിരിക്കുമോ ഇങ്ങനെ അണ്ടിമുണ്ടം മാരി. അപ്പോൾ അതിനെ എടുക്കാം, വിശപ്പിന് വല്ലതും ഇതിനെടുത്തവർ കാണാൻ വിശപ്പിന് വല്ലതും തിരികെ ചെയ്യും. അങ്ങനെ വീണ്ടും ചെന്ന് കൊച്ചിനെ എടുത്തിട്ട് ഞാൻ നേരെ ഒരുപാട് കാമ്പൗണ്ടുണ്ട്, അവിടെ എല്ലാം ഒന്ന് കണ്ണു കിടന്നിട്ട് നിക്കറ് താത്ത് അരിഞ്ഞാണം എടുത്ത് എൻ്റെ നിക്കറിൻ്റെ പാക്കറ്റ് ഇട്ടിട്ട് കൊച്ചിനെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പോയി നേരെ അപ്പച്ചിയുടെ കൊണ്ട് കൊടുക്കാൻ നേരം ഒരു മാല കൈ പോലും മേടിച്ചില്ല. എടാ കള്ള, ഞാൻ പറഞ്ഞത് നീ ഉടനെ പോയി കട്ടുള്ളതല്ലേ, ഇവിടെ വേണ്ട, കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വീടിൻ്റെ ഒരു മൂലയിൽ അളിച്ചിട്ടിരുന്നു. എന്താ ചെയ്യണമെന്ന് എനിക്കും അറിയത്തില്ല. അപ്പോഴത്തേക്ക് അരിഞ്ഞാണം കാണാത്തതുകൊണ്ട് അവരന്വേഷിച്ചപ്പോൾ ഞാനേ ഉള്ളവിടെ വന്നത്, വേറെ ആരും വന്നിട്ടില്ല. അപ്പം അതായത് അപ്പച്ചിയുടെ മോൻ ശ്രീധരൻ എന്ന് പറയും, അദ്ദേഹം ഒരു കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. അപ്പച്ചിയുടെ മോൻ എന്ന് പറഞ്ഞാൽ ഈ അരിഞ്ഞാണം മോട്ടിച്ച കുട്ടിയുടെ അച്ഛൻ. അതെ, അളിയനാണ് എനിക്കും പറഞ്ഞത്. അപ്പം അദ്ദേഹം ഞാൻ താമസിക്കുന്നിടത്തോട്ട് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ പിടിക്കാൻ തന്നെ വരികയാണ്. ഞാൻ ഓടിക്കളഞ്ഞു. അപ്പോൾ എനിക്കത് അറിയത്തില്ല. ഞാൻ ഓടി ഉടനെ ഒരു കൺഫേമായി ഞാൻ തന്നെ ആയിരിക്കും. അങ്ങനെ ഓടിച്ചിട്ട് പിടിച്ചു, കൊണ്ടുവന്ന് ചുന്താണി കെട്ടി എന്നെ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് തുടങ്ങി. അങ്ങനെ അത് എടുത്തു കൊടുത്തു. അത് ആ സംഭവം ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ അങ്ങ് അറിഞ്ഞു, ആകെ അങ്ങ് ഫ്ലാഷായി കള്ളണമെന്നായി. പിന്നെ അത് മുതൽ എല്ലാവർക്കും ഒരു മാതിരി വെറുപ്പം, വീട്ടിലെന്നും വഴക്കും ഒക്കെ ആയി. പിന്നെ അച്ഛൻ മരിച്ചു പോയായിരുന്നു. അച്ഛൻ എത്ര പ്രായത്തിൽ മരിച്ചു? അച്ഛൻ 51-ാമത്തെ വയസ്സും മരിച്ചു. ഞങ്ങൾ 6 മക്കളാ, 5 പെണ്ണും ഒരാണുമായിരുന്നു. അപ്പോൾ 5 സഹോദരിമാരും ഒരു സഹോദരനും. എനിക്കൊരു 11 വയസ്സുള്ള അച്ഛൻ മരിച്ചു. അതെ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. ശരി. ഞാൻ പിന്നെ പഠിച്ചിട്ടില്ല, 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. അന്ന് വീട്ടിലെ ജീവിതം എങ്ങനെയാണ്? ഈ അച്ഛനെ മരിച്ചതിന് ശേഷം വീട്ടിൽ പ്രാരാബ്ധമായ അമ്മയും 2-3 സഹോദരിമാരും വണ്ടി ഓഫീസിൽ പോയി. അങ്ങനെ കിട്ടുന്ന കാശും ഉണ്ടായി ഇങ്ങനെ കഴിഞ്ഞു. പഠിക്കാനും ഒന്നുമില്ല, ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ലാതായി. കൺട്രോൾ ചെയ്യാൻ വേറെ ആണുങ്ങളാരും അല്ലേ ഉള്ളവരാരും ഇങ്ങോട്ട് അടുക്കാതെ തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര സ്വത്തുക്കളുണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ ഈ സ്വത്തുക്കളൊന്നും വീതം ചെയ്തു പോയില്ല. അച്ഛനും ജീവിച്ചിട്ടുണ്ടായിരുന്നു.
അച്ഛൻ മരിച്ചതിന് ശേഷം ഈ സ്വത്തുക്കൾ ഞങ്ങൾക്ക് തരണമെന്നുള്ള ഒരു ധാരണയിൽ ഞങ്ങളെ അങ്ങ് അകറ്റി നിർത്തി. കയറ്റി നിർത്തി. ഞങ്ങൾ താമസിച്ചിടത്ത് ഞങ്ങളെ ഇറക്കി. അമ്മയുടെ കുറച്ച് വസ്തു ഉണ്ടായിരുന്നു വിൽക്കാതെ പോയത്, മൈനർ കാണിച്ചതിൻ്റെ പേരിൽ വിൽക്കാൻ വെക്കാതെ വന്നു. അത് അവിടെ ഒരു വീട് വെച്ച് ഞങ്ങളങ്ങോട്ട് മാറി. ഈ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം പോയി. ആ ഒരു വാശിയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതോടൊക്കെ കൂടെ ഇതൊക്കെ എടുക്കാനും പോയതും ചെയ്തതും അതാണ് ആദ്യത്തെ മോഷണം. പക്ഷേ അത് അങ്ങനെ അങ്ങ് തീർന്നു. എല്ലാവർക്കും വാശിയായപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ അവിടെ നിൽക്കാനും മാർഗമില്ലാതായി. ഞാനങ്ങനെ ഈ താഴ്ന്ന ജാതിക്കാർ, ഞങ്ങളുടെ നാട്ടിലെ താഴ്ന്ന ജാതിക്കാർ, അവരെ വീട്ടിൽ പോയി അവർ എന്തെങ്കിലുമൊക്കെ വെച്ച് കയറിയാണെങ്കിൽ അതൊക്കെ കഴിച്ചു അവരെ കൂടെ. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോയിട്ട് വന്നിരുന്ന ഈ ഈച്ചക്കാശ് കളിക്കും. ഈച്ചക്കാശ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോ പൈസ വയ്ക്കും. അതിലാരെ ഈ പൈസയിൽ ഈച്ച വന്നിരിക്കുന്നു ആ ആൾക്ക് ബാക്കിയുള്ള പൈസ എടുക്കാം. അത് ഒരു ഗ്രൂപ്പ് വഴി. അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ പങ്കെടുത്തു. പങ്കെടുക്കാൻ പൈസ കിട്ടുമെന്ന് വെച്ചാൽ ആരെങ്കിലും തെങ്ങി കയറി തേങ്ങ അടച്ചു കൊടുത്താൽ തൊണ്ട് നമുക്ക് തരും. അത് മോഷണമല്ലേ? അതോ തേങ്ങ കാശിന് കയറുന്നതാണ്? കാശിന് തൊണ്ട് നമുക്ക് തരും. ഓ ശരി. കയറുന്നതിന്റെ കൂലിയായിട്ട് തൊണ്ട് തരും. തൊണ്ടിന് 2 പൈസ കിട്ടും. അപ്പോൾ 2 പൈസ കിട്ടിയാൽ 2 കളി കളിക്കാം. ഓ പക്ഷെ അതൊക്കെ പോകുമോ അതോ കിട്ടുമോ? പോക്കായിരുന്നു, എല്ലാം പോക്കായിരുന്നു. ഈച്ച വന്നിരിക്കാറില്ല. ആ കളിക്കാർ തന്നെ ചീട്ട് കളി തുടങ്ങി. അപ്പോൾ എനിക്ക് ചീട്ട് കളിക്കുന്നത് വലിയ ആഗ്രഹം. ചീട്ടുകളി, കള്ളുകുടി, ഈ പറഞ്ഞ ഈച്ചയ്ക്ക് പൈസ വെക്കല്, ഇങ്ങനെയുള്ള കലാപരിപാടിയൊക്കെ ആയിട്ട് ജീവിതം അങ്ങനെ അങ്ങ് പോവാണ്. അതിനിടയ്ക്ക് ഒരു സീരിയസ് ആയ ഒരു മോഷണത്തിലേക്ക് ഇറങ്ങുന്നത് എപ്പോഴാണ്? ഈ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിലാണ്. അതായത് ആദ്യമായിട്ട് ജയിലിൽ പോകുന്ന കാലഘട്ടം ഇതാണ്. ഈ ചീട്ടുകളി വന്നപ്പോഴാണ്. അപ്പോൾ ആ ചീട്ടുകളി വന്നപ്പോൾ ഒരു കാശിനെ അന്വേഷിച്ചപ്പം പിന്നെ ഞാനിങ്ങനെ വേറൊരു കൂട്ടുകാരനുണ്ട് കളിക്കുന്ന കൂട്ടത്തിൽ, അശോകൻ എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ ചോദിച്ചിട്ട് എൻ്റെ ചെയ്യൂടെ പൈസയ്ക്ക് കളിക്കാനുമില്ല, ആരും പിന്നെ തേങ്ങ അടക്കാനും വിളിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവനുണ്ട് പിന്നെ ഇരവിപുരത്ത് പിന്നെ അമ്പലത്തിൽ പൈസ ഇരിക്കുന്ന ആ കാണിക്കപ്പെട്ടിരിക്കുന്ന റോഡിൽ ഇരിക്കുകയല്ലേ, അത് പലക കൊണ്ടുണ്ടാക്കിയില്ല, നമുക്ക് തല്ലി വിളിച്ച് എടുത്തുകൊണ്ടിരുന്നു പറഞ്ഞു. അങ്ങനെ ഞാനും അവനും വേറൊരു കൂട്ടുകാരനും കൂടെ ചേർന്ന് 3 പേരും കൂടെ ചെന്ന് ഒരു 8-8:30-9 മണിയാവത്തേ ഉള്ളൂ രാത്രി. ഈ കൂടെ വന്നവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കത്താളെടുത്തു കൊണ്ടുവന്ന് പലക വെട്ടിപ്പൊളിക്കുന്ന ചട്ടം കണ്ട് അടുത്ത കടക്കാരൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു, ചായ കടക്കാർ. അവർ നോക്കിയപ്പോൾ 2-3 അവിടെ പൊട്ടിക്കാൻ റോഡിൽ നിന്ന്. അങ്ങനെ അവരിറങ്ങി ആയിരത്തി ചോദിച്ചിട്ട് ഓടി വന്ന് ഞങ്ങൾ ഓടിക്കളഞ്ഞു. പൈസ കിട്ടിയില്ല. കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ ഓടി ഈ കൂട്ടത്തിൽ വന്ന ഒരുത്തൻ്റെ വീട്ടിൻ്റെ തിണ്ണയിൽ പോയി കിടന്നു തന്നെ ഈ തിരക്ക് വന്നവർ ഇവ ഇച്ചിരി പ്രാടാ, ഏതെങ്കിലും കടയിൽ കയറിയാൽ പലാരമൊക്കെ എടുത്ത് മോട്ടിച്ചിരുന്നു. അവനെ ഒന്നും നോക്കാമെന്നും പറഞ്ഞു വന്നപ്പം കറക്റ്റ് ഓടിപ്പോയതും 3 പേര്, കിടന്നു വാങ്ങുന്നതും ഉറക്കം നടിച്ച് കിടക്കുന്നവരും 3 പേര്. ഓ ശരി. അങ്ങനെ അവർ പിടിച്ചു പോലീസിൽ ഏൽപ്പിച്ചു. എൻ്റെ കയ്യിൽ തന്നെ 37 പൈസ ഉണ്ടായിരുന്നു. അതെങ്ങനെ കിട്ടിയതാ? അത് ഈ തേങ്ങ ഒക്കെ ഉള്ളതാണ്. പിന്നെ ആ 37 പൈസ പിന്നെ ആയി വെച്ചിട്ടാണ് ഈ കേസ് എടുക്കുന്നത്. ഈ 37 പൈസ അമ്പലത്തിൽ നിന്ന് മോഷ്ടിച്ചാണെന്നും പറഞ്ഞാണ് ആദ്യത്തെ തൊണ്ടി കൊല്ലം സബ് മജിസ്ട്രേറ്റ് കോടതിയിൽ 1969 ഒക്ടോബർ മാസം ആ കേസ് എടുക്കുന്നു. കോടതി ശിക്ഷിക്കുന്നു. ഞാൻ കുറ്റം സംബന്ധിച്ചു മാപ്പ് ചോദിച്ചു, മാപ്പ് വന്നില്ല. ശിക്ഷ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരുന്നു? 4 മാസം സെൻട്രൽ ജയിലിലേക്ക് തിരുവനന്തപുരം. ഓ. എൻ്റെ കൂടെയുള്ള 2 പേർക്ക് ഒരാൾക്ക് 6 മാസവും ഒരാൾക്ക് 2 കൊല്ലം ബോയ്സ് സ്കൂളിലേക്കും. എന്നെയും ബോയ്സ് സ്കൂളിൽ അയച്ചാനാണ് ഞാൻ 2 വയസ്സ് പൈസ കൂട്ടി പറഞ്ഞു. 18 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ അയക്കത്തില്ല, ജയിലിൽ അയക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഈ ജയിലിൽ പോകുന്നതും മറ്റേതായിട്ടുള്ള വ്യത്യാസം തന്നെ? കൂടുതൽ കാലം കിടക്കേണ്ടി വരും. ജയിലിലാണെങ്കിൽ കുറച്ച് കാലം മതി. അതുകൊണ്ട് പ്രായം കൂടുതലായിട്ട് പറയണം. കാരണം അന്ന് മജിസ്ട്രേറ്റ് കോടതികൾക്ക് 6 മാസം ശിക്ഷിക്കാൻ അധികാരമുള്ളൂ ഒരു വകുപ്പിന്. അപ്പോൾ 6 മാസം പോയാൽ 1/2 വയസ്സ്, 6 മാസം കൂടുതൽ ശിക്ഷിക്കത്തില്ല. ഹോസ്റ്റലിലേക്ക് അധികം 2 കൊല്ലം മുതൽ 5 കൊല്ലം വരെ ശിക്ഷിക്കും. ഈ നിയമമൊക്കെ ആരാ പറഞ്ഞു തന്നെ? അവിടെ കിടക്കുന്ന കള്ളന്മാർ തന്നെ പകുതി നിയമങ്ങളും പകുതി മോഷണത്തിൻ്റെ ഉത്തേജനം ഉണ്ടാക്കുന്നത് അവരാണ്. യഥാർത്ഥത്തിൽ പിന്നെ മോഷണം പിന്നെ പഠിക്കുന്നത് അവിടെ നിന്നാണ്. ഇത് സെൻട്രൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞിട്ടോ അതോ വിചാരണയ്ക്ക് മുമ്പായിട്ട് ജയിലിൽ കിടക്കുമ്പോഴോ? രണ്ടിടവും ഒരുപോലെ. ഈ ശിക്ഷിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു കിടന്നത്? സബ് ജയിൽ, കൊല്ലം സബ് ജയിലോ? അതെ. അവിടെ എത്ര കാലം ഉണ്ടായിരുന്നു? അവിടെ 1.5 മാസമേ ഉള്ളൂ. അതിനിടയ്ക്ക് വിചാരണയൊക്കെ കഴിഞ്ഞു. കുറ്റം സമ്മതിക്കായിരുന്നു. കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ
ഒരു 2-3 വിചാരണ അവധി വയ്ക്കത്തേ ഉള്ളൂ. ആദ്യത്തെ ഈ മോഷണത്തിന് പോലീസ് പിടിച്ചു കഴിഞ്ഞ് അവരുടെ മർദ്ദനമൊക്കെ ഉണ്ടായോ? ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ ഒരു രീതി? അവരുടെ രീതി എന്ന് അന്ന് ചെറുതായതിൻ്റെ പേരിലായിരിക്കാം കൈ രണ്ടും കൂടെ ജനലിൻ്റെ അപ്പുറത്ത് വെച്ച്, അതായത് നമ്മൾ ജനലിൻ്റെ ഇപ്പുറം നിൽക്കും, കൈ ജനലിൻ്റെ അപ്പുറത്തോട്ട് കടത്തിയിട്ട് അവിടെ കെട്ടിക്കിടും. വെട്ടിയിട്ട് ഇവിടെ ചൂരലടിക്കുക. വേറെ എവിടെയൊക്കെ മോട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. എത്ര വരെ കിട്ടുമെന്ന്? ചോര വരുന്നവരെ കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അതെ. ഒരു കാര്യം അവർ ചെയ്യുന്നത്, മോഷ്ടാക്കൾക്കൊരു ഉത്തേജനമാണ് അവർ. കാരണം ഇത്രേ ചെയ്യുന്നുള്ളവർ. അരമണിക്കൂറോ 1 മണിക്കൂറോ കൂടുതൽ ഈ ഉരുട്ടിയാലും ശരി, കാലിൻ്റെ നഖത്തിൽ മൊട്ടിപ്പിന്നടിച്ചാലും ശരി, എന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂർ 1.5 മണിക്കൂർ അത് അത്രയും മണിക്കൂർ പിടിച്ച് നിന്ന് പിന്നെ വീണ്ടും നമ്മൾ ഫ്രീ ആകുന്നു, മോട്ടിക്കാനുള്ള ആരോഗ്യം ഉണ്ടാകുന്നു, ജയിലിൽ സുഖം, ജയിലിൽ നല്ല ട്രെയിനിങ്, ജയിലിൽ പിഴിച്ചിൽ പ്രവർത്തകർ തമ്മിൽ എല്ലാം നടത്തും. ഇപ്പോൾ ഇടി കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടനെ തടവും. ശരി. ഏറ്റുമാനൂർ സ്റ്റീഫൻ വിഗ്രഹം മുട്ടി, സ്റ്റീഫനെയൊക്കെ ഞാനും നല്ലപോലെ തടവിയൊക്കെ ഊത്തെടുത്ത് സബ് ജയിലിൽ വെച്ച്. സ്റ്റീഫൻ എവിടെയായിരുന്നു? സബ് ജയിലിലായിരുന്നു. ആട്ടക്കുളങ്ങര സബ് ജയിൽ. അവിടെ വിചാരണ നടന്ന കാലത്ത്. അത് കഴിഞ്ഞ് സെൻട്രൽ ജയിൽ. സെൻട്രൽ ജയിലിൽ ഞാൻ ചെല്ലുമ്പം പിന്നെ സ്റ്റീഫൻ മേശ്ശേരിയാണ്. ശരി. മേസ്ത്രി എന്ന് പറഞ്ഞാൽ പ്രധാന കക്ഷി. അതെ. 100-120 പേരെ മേയ്ക്കേണ്ടതും നോക്കേണ്ടതും ഒക്കെ അയാളായിരിക്കും. ഒരു ഉദ്യോഗസ്ഥൻ കാണാൻ ആ ഉദ്യോഗസ്ഥന് സപ്പോർട്ടായിട്ട് കാലിറ്റ് വാർഡൻ എന്ന് പറയുന്നത്. സ്റ്റീഫനൊക്കെ ഡീസൻ്റ് ആയിരുന്നു. ഒരു അനാവശ്യ സ്വഭാവങ്ങളോ ഒന്നുമില്ല, ഒരു പുകവലിക്കത്തില്ല, ഒന്നുമില്ല. മോഷണം മാത്രമേ ഉള്ളൂ ഒരു. അതെ. അത് ചിലവരുടെ രക്തത്തിൽ ചേർന്ന് പോകുന്നത് പോലെയാണ്. അതൊരു തൊഴിലായിട്ടേ കാണുന്നുള്ളൂ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ എന്നെ സംബന്ധിച്ച് അങ്ങനെ അന്ന് കണ്ടിട്ടുള്ളൂ. ഞാൻ പിന്നെ ഒരു ഭാഷയുടെ പുറത്താണ്. എൻ്റെ സ്വന്തക്കാരെയും ബന്ധക്കാരുടെയൊക്കെ പുറത്ത് ഉള്ള ഭാഷയുടെയും എന്നെ അവഹേളിച്ചവരുടെ മുമ്പിൽ ചാഞ്ഞെളിഞ്ഞു എന്ന് നടക്കും. ഒരുത്തരെയും മുമ്പിൽ ഒന്നിനും പോകത്തില്ല. പിന്നെ എനിക്ക് ഒക്കുമെങ്കിൽ ആർക്കെങ്കിലും ഒരു ചായ വാങ്ങിച്ചു കൊടുക്കും. ഒരുത്തൻ്റെ ഞാൻ എടുക്കാൻ പോകത്തില്ല. എൻ്റെ നാട്ടിൽ ഞാൻ ഇന്നുവരെ പൊട്ടിച്ചിട്ടൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ വീട്ടുകാർക്ക് ഒരു നാണക്കേട് ഉണ്ടായിക്കോട്ടെ എന്നുണ്ടോ? വീട്ടുകാരെ പറ്റി അന്ന് ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു. ഇപ്പോഴൊക്കെയാണ് വീടെന്ന് പറയുമ്പം നെഞ്ചിടിപ്പും ഒക്കെ എനിക്ക് ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. എൻ്റെ മക്കളായാലും മരുമക്കളായാലും എല്ലായിടത്തും പറയുന്ന അങ്ങനെ ഒരു തെറ്റായി കണ്ടു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും സഹിക്കാൻ ഒക്കത്തില്ല ഇപ്പോഴത്തെ കാലത്ത്. അന്ന് പിന്നെ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെയാണ് ആ മോഷണം ആദ്യമായിട്ട്. മൊട്ടശ്ശേരി പോയി ജയിലിൽ 6 മാസം കിടന്നു. 4 മാസമേ ഉള്ളൂ. 4 മാസം കിടന്നു. കുറ്റത്തും വെച്ചിട്ട് വരും 4 മാസമായി. ചുറ്റ കഴിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ജയിലിൽ നിന്ന് വരുന്ന കള്ളൻ ആണ്. അതുകൊണ്ട് പിന്നെ നാട്ടിലേക്ക് തന്നെയാണോ തിരിച്ചു വരുന്നത്? ജയിലിൽ വേറെ പോകുമ്പോൾ അറിയത്തില്ലല്ലോ. 17 വയസ്സ് 12 ആയില്ല. അത് അങ്ങനെ നാട്ടിൽ തന്നെ വന്നു. ഇങ്ങനെ നിൽക്കും. രാത്രിയിൽ എന്തെങ്കിലും എവിടെയെങ്കിലും പോയി എന്തെങ്കിലും എടുക്കും. പിറ്റേന്ന് പകല് മാന്യമായിട്ട് നിൽക്കും. ആദ്യം തേങ്ങ അടത്തും. നാട്ടുകാരൻ്റെ തേങ്ങ. അക്കാലത്ത് ഏറ്റവും കൂടുതൽ മോഷണം തേങ്ങ ഒക്കെ ആയിരുന്നു. അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും മോട്ടിക്കാനില്ല. പിന്നെ ചിലവർ പറയും 5-6 തേങ്ങ അടുത്ത് തരാൻ പറഞ്ഞാൽ അവർക്ക് തേങ്ങ എടുത്തോണ്ട് കൊടുക്കും. മരിച്ചിന് വീഴ്ത്തോണ്ട് കൊടുക്കാൻ പറയും, മരിച്ചിന് വീഴ്ത്തോണ്ട് കൊടുക്കും. ഈ മാന്യന്മാരായ ആളുകൾ നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുകയും ചെയ്തിട്ടുണ്ടാകും ഒരുപാട്. അങ്ങനെ ആണെങ്കിൽ ഒരുപാടുണ്ട്. കാര്യം അരിയും പലവ്യഞ്ജനവും ഒക്കെ കൊണ്ടുവന്ന് മോട്ടിച്ചുകൊണ്ട് വന്ന് വീട്ടിലൂടെ കൊടുക്കും. കാരണം മാന്യത ഉണ്ടെന്ന് വിചാരിച്ചിട്ടും പട്ടിണി സഹിക്കാതെ മക്കളെയൊക്കെ പിന്നെ സന്ധിക്ക് പിന്നെ വയറ് വിശക്കുന്നെന്ന് പറയുമ്പോൾ നാമം ചെവിയിടാന്ന് പറയുന്നതല്ലാതെ കഞ്ഞി തരാ എന്ന് പറയുന്ന ഒരമ്മമാരെയും ഞാൻ കേട്ടില്ല ഞങ്ങളുടെ കാലഘട്ടത്തിൽ. അത്ര ദാരിദ്ര്യമായിരുന്നു ആ കാലത്ത്. അന്ന് ഞങ്ങൾ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് കൊല്ലം കളക്ടറേറ്റൊക്കെ ഞങ്ങൾ കുട്ടികൾ സ്കൂളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ സമ്മതം ചെയ്തിട്ടുണ്ട് അരിക്ക് വേണ്ടിയൊക്കെ. അന്ന് ഈ മക്രോണി എന്നൊക്കെ പറഞ്ഞൊക്കെയുള്ള സാധനങ്ങൾ റേഷൻ കട മുഖേന കൊടുക്കുകയൊക്കെ ആയിരുന്നു. ഞങ്ങളൊക്കെ ഒരു പിടി ചോറ് വയറ് നിറച്ചുകൊണ്ടുക എന്ന് പറയുന്നത് ഒന്നുകിൽ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉത്സവം വരണം, അതല്ലെങ്കിൽ ഓണം വരണം. അന്നേ ഉള്ള ഒരു നിക്കർ അല്ലെങ്കിൽ ഒരു ഉടുപ്പ് കിട്ടുന്നത്. ഇതിന് ശേഷം പിന്നെ പോലീസ് പിടിക്കാനിടയായ മോഷണം, പ്രധാനപ്പെട്ട ഒരു മോഷണം പിന്നെ നടത്തുന്നത് എപ്പോഴാണ്? പ്രധാനപ്പെട്ട മോഷണം നടത്തുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളെ നാട്ടിൽ ഇന്നും അത് സംസാര വിഷയമാണ്. ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ഇങ്ങനെ പരിചയക്കാരത്തൊക്കെ പറയട്ടെ, എന്തെങ്കിലും ഒരു പണിയുണ്ടെങ്കിൽ വിളിക്കണേ എടി അണ്ണാ എന്നൊക്കെ ഇങ്ങനെ പറയും. പണി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ജോലി മോഷണമല്ല. അല്ല. ആ ഇടയ്ക്കൊക്കെ ഞാറ് നടാൻ പോവും.
ചുടുകട്ട ചുമക്കാൻ പോകും, വള്ളത്തിൽ വരുന്ന ചുടുകട്ട ഇറക്കി കരയിൽ കൊണ്ട് വെക്കുന്നത് വള്ളം വഴിയാണ് വരുന്നത്. അങ്ങനെയൊക്കെ അതിനൊക്കെ പോയിട്ടുണ്ട്. മണ്ണി ചുമക്കാൻ പോയിട്ടുണ്ട്, കാൺക്രീറ്റ് പണിക്ക് സഹായിക്കാൻ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പണിക്ക് വിളിക്കണേ അണ്ണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ ജനാർദ്ദനൻ എന്നാണ് അവൻ്റെ പേര്. അതെന്നെ വിളിച്ചു, വടാ നീ ഞാൻ തരാം പണി എന്ന് പറഞ്ഞിട്ട് അവിടെ രാമചന്ദ്രൻ പിള്ളി എന്ന് പറഞ്ഞൊരു കോടീശ്വരനായ ഒരാളുണ്ട്, ഇപ്പോഴും കോടീശ്വരന്മാർ തന്നെ. എൻ്റെ ഒരു ചെറിയ ബന്ധുവും കൂടെ. അദ്ദേഹം ചെങ്കവർ കമ്പനിയുണ്ട്. അപ്പോൾ ആ കമ്പനിയിലെ സാധനം കൈവണ്ടിയിൽ കയറ്റി ആശ്രാമം മൈതാനത്ത്, അതൊരു 9 കിലോമീറ്റർ അപ്പുറം ഞങ്ങൾ താമസിക്കുന്നിടത്ത് 9 കിലോമീറ്റർ ആശ്രാമം മൈതാനത്ത് സുന്ദരേശൻ മലയാളി എന്ന് പറഞ്ഞൊരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറി സുന്ദരേശൻ മലയാളിയുടെ ഫാക്ടറി കൊണ്ട് കൊടുക്കണം. ഈ ചെയിൻ കവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്കിളിന്റെ ശരി, അത് തകിട് കൊണ്ട് ഇതുണ്ടാക്കുന്ന ഫാക്ടറിയാണോ? അതാ ഉണ്ടാക്കുന്ന ഫാക്ടറി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു മതിലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ ഈ കൈവണ്ടിയും തള്ളി ഞാനും കൂടെ പോയി അത് കൊടുത്ത് തിരിച്ചു വന്ന് 1.25 രൂപ കൂലിയും കിട്ടി അന്ന്. അപ്പോൾ ഈവൻ പിറ്റേ ദിവസം പോകാൻ നേരത്തെ ദിവസവും പോവും. പിറ്റേ ദിവസം പോകാൻ നേരത്തെ അവനോട് വിളിച്ചു പറയും, മണിയനെ വിളിക്കണ്ട, വല്ല കള്ളന്മാരെയൊക്കെ പിടിച്ച് നിർത്തി ഇനി അവൻ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, നീയും കൂട്ടു ഏറേണ്ടി വരുമെന്ന് പറയും. അത് ഇതിൻ്റെ മുതലാളിയാണോ പറഞ്ഞത്? മുതലാളി മുതലാളിയാണെന്നാണ് അവൻ പറയുന്നത്. പക്ഷേ ഈ രാമേന്ദ്രൻ പിള്ളി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനാണ്. പക്ഷെ ഇവൻ എന്ന് പറഞ്ഞ അങ്ങനെയാണ്, അണ്ണൻ പറഞ്ഞു നിന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു. അവൻ ശരി വേണ്ട, വിളിക്കണ്ടെങ്കിൽ വിളിക്കണ്ട. ആ ഒരു ഇതായപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര, അപ്പോൾ 1.25 രൂപ കിട്ടി. അന്ന് ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. ചെന്നു അന്ന് ഒരു കുപ്പി കള്ളിന് 4 അണയേ ഉള്ളൂ, 25 3 ഗ്ലാസ് കള്ള് കിട്ടും, സോഡാ ഗ്ലാസ്സിന് 3 ഗ്ലാസ്. അതൊരു 2 കുപ്പി മേടിച്ചങ്ങ് കഴിച്ചു, 50 പൈസയും കൊടുത്തു. തിരിച്ചിങ്ങോട്ട് വന്നപ്പം പിന്നെ ഒരു സിനിമയുണ്ട്, ത്രിവേണിയാണെന്ന് തോന്നുന്നു. അതെ, ത്രിവേണി. അന്ന് ഞാൻ നല്ലപോലെ പാടുമായിരുന്നു. ആ ത്രിവേണി പടം ഞാനത് കൈതപ്പുഴ കായലിലെ കാറ്റിൻ്റെ കൈകളിലെന്നും പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുക ആ റോഡെ. അപ്പോൾ ആ റോഡിനടുത്ത് രാജഭവൻ ഇപ്പോഴുണ്ട്, ഒരു എന്ന് പറഞ്ഞൊരു വീടുണ്ട്. എല്ലാം കൊണ്ടും പണം കൊണ്ടും അധികാരം കൊണ്ടും കരയോത്തിൻ്റെ ബലം കൊണ്ടും ഉത്സവ കമ്മിറ്റിയുടെ എല്ലാവരും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹി ഇതൊക്കെ കൊണ്ട് രാജഭവനം തന്നെയാണ്. അതിൽ അവിടുത്തെ 2ാമത്തെ ആൾ നിൽക്കുകയാണ്, മുറ്റത്ത് നിൽക്കുകയാണ്. മുറ്റത്തല്ല, റോഡിൽ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് 2 ബസ്സുണ്ട്, രാജേഷ് ബസ് എന്ന് പറഞ്ഞ 2 ബസ്സുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ടാണ് തന്നെ അയാൾ ചോദിച്ചു, ആരോടാ പോകുന്നത് എന്ന് കൂടെ നിന്നവരോട് ചോദിച്ചു. അത് ആ ചേരുവടക്കയിലെ പിഴ. ഇപ്പം ഞങ്ങളെ വീട്ടിൽ പേര് ചേരുവടക്കയിൽ നിന്നാണ്. ആ ചേരുവടക്കയിലെ പിഴയാണ്. അവൻ്റെ അച്ഛൻ നമ്മളെയൊക്കെ കണ്ടാൽ കുറേ മാനിക്കുമായിരുന്നില്ല, ഇവനെന്തോ അവനെ ഇവിടെയെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ നിന്ന് 2 പേരും കൂടെ ചേർന്ന് എന്നെ അങ്ങ് പിടിച്ച് അങ്ങോട്ട് തുണിഞ്ഞു. എന്നോട് അതിൻ്റെ കൂടെ വരുമ്പോൾ ഞാൻ നല്ല കള്ളുവാ, പിന്നെ ഇവിടെ കെട്ടിക്കാൻ വേറെ പെമ്പിള്ളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ റോഡേ പാടും എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഒരു അടി വന്നപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര പൊക്കമൊക്കെ ഉള്ളതായിരുന്നു, ഞാൻ ചെറുതുമല്ലേ. വീണു. അപ്പം എൻ്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. കത്തി എന്ന് പറഞ്ഞാൽ ഈ രാത്രി കരിക്ക് മൂട്ടിക്കുന്ന തേങ്ങ മൂട്ടിക്കുന്ന സമയത്ത് അടുത്ത് കുടിക്കാൻ ഈ കത്തി വേണമായിരുന്നു. അത് കരുതിയിരുന്നു. ഞാൻ ആ കത്തി എടുത്ത് ഒരു കുത്ത് വെച്ച് കൊടുത്തു. കുത്തിട്ട് എന്നെ കുത്തിയെന്ന് പറയുമ്പോൾ ഞാൻ ഓടിക്കളാം. അത് മോട്ടിക്കാൻ വന്നപ്പോൾ പിടിച്ചപ്പോൾ കുത്തി എന്ന് കേസാക്കി. അതിനെന്നെ 1 വർഷം വെയ്യൂർ ജയിലിലേക്ക്. ഇപ്പം ഇവിടെ ഞാൻ തറ എന്ന എഴുതി പഠിച്ചെങ്കിൽ അവിടെ ഞാൻ പിന്നെ ഡിഗ്രി ഡോക്ടറേറ്റ് എടുക്കുകയായിരുന്നു. ആ രീതിയിലുള്ള പഠനം അവിടെ. കാര്യം കള്ളന്മാരെ മാത്രം ഇടുന്നൊരു ജയിലാണ് വെയ്യൂർ ജയിൽ, പണിഷ്മെന്റ് ജയിലാണ് കേരളത്തിലെ. പക്ഷേ ഈ കുത്തുകേസിൽ അങ്ങോട്ട് വിടുവോ? ഇല്ല, കള്ളന്മാരെ മാത്രമല്ല, ഇവിടെ മോഷ്ടിക്കാൻ ചെന്നപ്പോഴാണ് കുത്തി. അപ്പോൾ 2 ഉണ്ട്. ക്രിമിനൽ, അതായത് നോട്ടോറിയസ് ആയി അങ്ങോട്ട് വിടും. ഗ്രേഡ് കൂടി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കൊച്ചു പ്രാവായിരുന്നു ഞാൻ. തത്താപ്പൂത്ത നടന്ന പ്രാവ് അവിടെ ചിറവൊക്കെ വെച്ച് കഴുകാനായി. അതായത് ഇത്തരത്തിലൊരു വിയ്യൂർ പോലുള്ള സെൻട്രൽ ജയിലിലേക്ക് ചെന്നാൽ നമ്മൾ അതിലെ ആശാനായി മാറും അല്ലേ? ഒരു 6 മാസം കൊണ്ട് എല്ലാ ഗുരുക്കന്മാരും ചേർന്ന് നമ്മളെ അങ്ങോട്ട് ഒരുക്കിയെടുക്കും. കാരണം കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും കിടക്കുന്ന പക്ക ക്രിമിനലുകളാണ്. എങ്ങും കൊള്ളിക്കാൻ ഒക്കാതെ കൊണ്ട് പണി അവിടെ കൊണ്ടിരുന്നവരാ ഇവിടെ. ഈ ആദ്യം വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് ചെന്ന അനുഭവം ആ ദിവസം എങ്ങനെയാണ് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ചെവി കേൾക്കാനും വയ്യ, കണ്ണ് കാണാൻ അടി വെച്ച് ഈ ചെവി അടിച്ച അടി പോലീസുകാരുടെ അടിയാണോ? അല്ല, ജയിൽ വാർഡം ചെല്ലുമ്പോഴേ അടിയാ.
അഡ്മിഷൻ എടുക്കുമ്പോഴേ അടി തരിക. എങ്ങനെ അടിക്കേ? കൈ കൊണ്ടോ അതോ കൈകൊണ്ട് കർണക്കുറ്റിക്കിട്ട് അടിക്കുക? അടിച്ചാൽ ഈ ചെവിക്ക് അടിക്കുമ്പോൾ ഈ ചെവിക്ക് രക്തം വേണം, ഈ ചെവിക്ക് അടിച്ചാൽ ഈ ചെവി രക്തം വേണം. അതാണ് അതിന്റെ കണക്ക്. അതാണ് കണക്ക്. ആ അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അത് എത്ര എണ്ണം കിട്ടും? അത് പറയാൻ പറ്റത്തില്ല. ചെവി ചോര വരുന്നതാണ് കണക്ക്. അത് ശരി. മാറി മാറി അടിക്കുമോ? ഒരാളെ അടിക്കുള്ളൂ അതോ പല? 1 or 2 പേര്. അവിടെ ആ അഡ്മിഷൻ എടുക്കുന്ന ആദ്യ ഗഡുവിൽ പിന്നെ 2 സ്റ്റാറോ 3 സ്റ്റാറോ ഉള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനും ഒരു വാർഡനെയോ കാണും. അവരെഴുതിയെടുത്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ടൈപ്പ് ചെയ്യുക, പരിശോധന അകത്തേക്ക് വിടല് ഇവരാണ്. അവിടെ ഒരു ഹെഡ് വാർഡൻ, ഒരു ഗേറ്റ് കീപ്പർ, 2 ഗേറ്റ് കീപ്പർ, ഒരു ഓർഡർലി, അങ്ങനെ 3 വാർഡന്മാരും ഒരു ഹെഡ് വാർഡനും കാണും. അവരാണ് ഈ പണി. ഈ പണി കൊണ്ട് ഉദ്ദേശിച്ചാൽ ജയിൽ അറിഞ്ഞു പോകണം. ഇവിടെ മര്യാദയ്ക്ക് കഴിച്ചു പോകണം, പോക്കണം, ആ രീതിയാണെന്നുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് അവിടെ നിന്ന് ഒരു പോലീസ് ഒരു വാർഡൻ ഇങ്ങനെ കൈ കാണിക്കും. ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. ദൂരെ ആസ്പത്രി ഉണ്ട്, അവിടെ ഒന്ന് ആരെങ്കിലും നോക്കുമ്പോൾ കാണാം അഡ്മിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് സ്ട്രെച്ചർ കൊണ്ടുവരും, എടുത്ത് എന്നതിടും നേരെ പോകും. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്നത് ഇവിടുന്ന് അടിച്ച് ഒരു പദം വരുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു സാധാരണഗതിയിൽ ആദ്യത്തെ ദിവസമൊക്കെ ആശുപത്രിയിലായിരിക്കും. മുറിമാരിപ്പെട്ടവർ സെല്ലിലായിരിക്കില്ല. അത് പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്നൊക്കെ വരത്തുള്ളൂ. ഈ പഴുപ്പൊക്കെ മാറി ചോരയൊക്കെ പോയി കുഴപ്പമില്ല ഒരു കഴിഞ്ഞ് നിൽക്കുമെന്ന് പറയുമ്പോഴേ 3ാമത്തെ ദിവസം സൂപ്രണ്ടും ജയിലറേ മുമ്പിലായിരാക്കണം. അവരാണ് ഗസറ്റഡ് ദിവസവും വരണം. 2 സംഭവവും സ്റ്റാറും ഒക്കെ ഉള്ള ദിവസം വരാം ജയിലറും സൂപ്രണ്ടും. അവരുടെ മുമ്പിൽ ആയിരാക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരും. ഇപ്പോൾ ഈ തുടർച്ചയായിട്ടുള്ള ചുമയുണ്ടല്ലോ, ഇപ്പോൾ ഈ പറയുമ്പോൾ സംസാരിക്കുമ്പോഴേ ഈ ചുമയും ഈ ഇടിയിൽ നിന്നും ഒക്കെ കിട്ടിയത് തന്നെയാണോ? എനിക്ക് വളരെ കുഞ്ഞിലെ വലുവും മുട്ടും ഉണ്ടായിരുന്നു. വലുവും മുട്ടും എന്ന് പറയുന്നത് ഈ ശ്വാസം മുട്ട് തന്നെയാണ്. അന്നത്തെ വലുവും മുട്ടും എന്ന് പറയുന്നത് കുഞ്ഞിലെ. അതേപോലെ പോളിയോ വന്നിട്ടുണ്ട്, അതായത് ഇളംപുള്ളവാദം. അന്ന് ഇളംപുള്ളവാദം എന്ന് പറയുന്നത് വൈദ്യശാലയിൽ കൊണ്ടുപോയി കഷായമൊക്കെ കുടിപ്പിച്ചൊക്കെ ശരിയാക്കിയിട്ടില്ല. പിന്നെ ഇപ്പം ഇടി കൊണ്ടാകുമെന്ന് അറിയാൻ വയ്യ. ആസ്മ, പൈൽസ്, പ്രഷർ, കൊളസ്ട്രോള്, ഷുഗർ, ഒരു അറ്റാക്ക് വന്നു, 2 ആൻജിയോഗ്രാം, 1 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, ഒരു ആക്സിഡൻറ്റിൽ കാലൊടിഞ്ഞ് കമ്പി ഇട്ടിരുന്ന കാലായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുണ്ട് ഇപ്പോൾ. പിന്നെ മാത്രമല്ല ഞാൻ പുക വലിക്കും. ഡോക്ടർ പറയുന്നത് പുക വലിക്കാൻ പാടില്ലെന്നാണ്. ഇപ്പോഴും വലിക്കും? ബീഡിയും വലിക്കും, സിഗരറ്റും വലിക്കും. ഒരു 10-15 ദിവസത്തിൽ ഒരിക്കൽ, കൃത്യമായിട്ട് 15 ദിവസത്തിൽ ഒരിക്കൽ മദ്യപിച്ചിരിക്കും. കാരണം അന്ന് ഡോക്ടറെ കാണാൻ കൊല്ലത്ത് പോകും, പരടിക്കായിരുന്നു ശാസ്താംകോട്ടയിൽ നിന്ന് കൊല്ലത്ത് പോകുമ്പോൾ മോനും ചുവണ്ണിക്കുരു വയസ്സായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അതുകൂടെ വെച്ചു അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി കാണും, അവൻ്റെ കൊടുത്ത് വിട്ടു കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഡോക്ടറെ കൊണ്ട് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ കൂടുതൽ എൻ്റെ മരുമോൻ ഒരാളുണ്ട്, അവൻ ഡ്രൈവറാണ്. അപ്പോൾ അവനെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മേടിച്ചുകൊണ്ട് വന്നേരെന്ന് പറയും. മേടിച്ചുകൊണ്ട് വരും, അവരെ വീടിൻ്റെ സൈഡിൽ തന്നെ ഇരുന്ന് അടിച്ചിട്ട് ഞാൻ തിരിച്ചു മരുന്നുമായിട്ട് വീട്ടിൽ വരികയും ചെയ്യും. അപ്പം നമ്മൾ ഈ ആദ്യത്തെ ഈ പറഞ്ഞ വിയൂർ സെൻട്രൽ ജയിലിലെ കഥയാണ് പറഞ്ഞത്. അതെ. ഈ വിയൂർ സെൻട്രൽ ജയിൽ പിന്നെ തിരിച്ച് സെല്ലിലേക്ക് വരുന്നു. എത്ര പേരുള്ള സെല്ലിലേക്കാണ് പിന്നെ തിരിച്ച് വരുന്നത് ആശുപത്രിയിൽ നിന്ന്? അത് 20 പേരുള്ള സെല്ലിലേക്കായിരിക്കും വിടുന്നത്. അവിടെ ഒരു 10 ദിവസം ക്വാറന്റൈൻ എന്ന് പറയുന്നത്. ഈ തടവുകാർ നമ്മളെ മർദ്ദിക്കുമോ? ചിലവർ മർദ്ദിക്കും. ക്വാറന്റൈനിൽ ഒരു 10 ദിവസം, അതവിടെ 10-20 വീതം ഓരോ റൂമിൽ 20 പേര് വേണം. അവിടുന്ന് 3 പേരുള്ള മുറിയിലേക്ക് മാറ്റും. ഒരു ബ്ലോക്കിൽ 34 മുറിയുണ്ട്. അതിൽ 33-ഉം 34-ഉം ബാത്റൂമും കക്കൂസും ഒക്കെയാണ്. ബാക്കി 32-എണ്ണത്തിലും ഓരോ മുറിയിലും 3 പേരെ ഇടും. അന്ന് നമ്മളെ വിദ്യയൊക്കെ കൂടുതൽ പഠിപ്പിച്ചതാരായിരുന്നു? നമ്മുടെ ഒരു പ്രൊഫസർ? ഇല്ല, എന്നെ അങ്ങനെ ആരും പഠിപ്പിച്ചില്ല. കേട്ട് പഠിക്കായിരുന്നു. അവർ പറയുന്നതെല്ലാം കേട്ട് പഠിക്കായിരുന്നു. അവർ തമ്മിലുള്ള സംസാരമാണ്. കാരണം ഞാൻ അവിടെ കയറിയപ്പോൾ അങ്ങനെയാണ് ഞാനതിങ്ങനെ കഥ പറയും. അത് നീ ഇങ്ങനെ കയറിയിട്ട് അവിടെ ഞാൻ പണ്ടിരിക്കുന്നൊക്കെ ഇന്നണക്കുന്നു അവൻ പറയും. അതായത് അവൻ കയറിയ ടെക്നിക്കുകൾ വേറൊരാൾക്ക് കയറാൻ പറ്റാതിന്റെ കാരണം എന്താണ്, ഇതൊക്കെ അവിടെ അവിടെ ചർച്ച ചെയ്യും. അപ്പോൾ നമ്മളിതെല്ലാം കേട്ട് പഠിക്കുകയാണ്. ഇഷ്ടംപോലെ സമയമാണല്ലോ, വേറെ പഠിക്കില്ലല്ലോ. അത് കാരണം അപ്പോൾ ഈ സെല്ല് മാറുമോ ഇടയ്ക്കിടയ്ക്ക്? അതോ ഈ പറഞ്ഞ ഈ മോഷ്ടാക്കൾ മാറി മാറി വരുമോ? മോഷ്ടാക്കൾ ഷെല്ലി മാറി വരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ മാറാം. കാരണം അത് മേശിരി വിചാരിക്കണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ മാറുമ്പോൾ ഒത്തിരി പേരുടെ കഥകൾ ഇങ്ങനെ കേൾക്കും. അപ്പോൾ നമ്മൾ ഒരു കൊല്ലമൊക്കെ അവിടെ കിടന്നാൽ
ഇഷ്ടംപോലെ കഥ കേൾക്കാനുള്ള സമയമുണ്ട്. കഥ കേൾക്കാനേ സമയമുള്ളൂ. ചിലത് നമ്മൾ സ്വന്തമായിട്ട് കരയും, ചിലത് നമുക്ക് ആവേശം കൊള്ളും, ചിലത് നമ്മൾ പല്ലിഞ്ഞിരിക്കും. അങ്ങനെയൊക്കെയുള്ള പല കഥകളുണ്ട്. കരഞ്ഞു പോകുന്ന കഥകൾ എന്തായിരുന്നു അന്ന് കേട്ടെ? കഞ്ചാവ് കുടത്തിൽ ജയനെന്നും പറഞ്ഞു ഒരാളെ കൊണ്ടുവന്നു. അയാൾ ഇടുക്കിയിലെങ്ങാണ്ടുള്ളതാണ്. അയാളെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും കൂടെ, വേറെ ആരുമില്ല, സ്നേഹിച്ച് പെണ്ണിനെ വിളിച്ചോണ്ട് വന്നതാണ്. അങ്ങനെ അവരെ ചില അനുഭവങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അതേ ഉള്ളൂ. അവിടെ ജോലിയൊക്കെ ചെയ്യിക്കില്ലായിരുന്നു അക്കാലത്ത്? കൃഷിയാണ്. കൃഷിയായിരുന്നു എല്ലാം പച്ചക്കറി കൃഷികൾ. അതായത് എല്ലാം ചീര, വെണ്ട, അങ്ങനെയുള്ളത്, പിന്നെ നെല്ല്, വാഴ, ഈ ചക്കരവള്ളിക്കിഴങ്ങെന്ന് പറയും അവിടെ, മധുരക്കിഴങ്ങ്, അത് ഒക്കെ അവിടെ കൃഷി ചെയ്യിപ്പിക്കും. നെല്ല് കുത്താൻ വിടും. 6 പറ നെല്ല് കുത്തുന്ന ഒരാൾ. ഓ ശരി. 6 പറ ഒരു ദിവസം 6 പറ നെല്ല് കുത്തണം. അതൊക്കെ അന്നത്തെ ജോലിയാണ്. ഇന്നൊന്നും അതില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇന്നിപ്പോൾ എല്ലാം മെഷീനായി. അന്നത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഇന്നത്തെ അത്ര ലാവിഷാണോ? ഇല്ല. അന്നത്തെ കാലത്ത് സബ് ജയിലിൽ അല്ലെങ്കിൽ രാവിലെ ഗോതമ്പ് കഞ്ഞിയാണ്. 110 ഗ്രാം ഗോതമ്പിൻ്റെ കഞ്ഞി, കറിയത്ത് കിട്ടും. പിന്നെ 14 ഗ്രാം തൂക്കമുള്ള ചമ്മന്തി. അതാണ് എൻ്റെ കണക്ക്. അപ്പോൾ ചമ്മന്തിയും ഗോതമ്പ് കഞ്ഞിയാണ് കാലത്ത് രാവിലെ. ഉച്ചയ്ക്ക് 600 ഗ്രാം ചോറ്, 200 ഗ്രാം അരി വേവിച്ചാൽ 600 ഗ്രാം ചോറ് കാണണം. 1 കിലോ അരി 5 പേർക്ക്. അത് സാമ്പാർ, പിന്നെ 3 ദിവസം, ആഴ്ച 3 ദിവസം, 2 ദിവസം മീൻകറി, 1 ദിവസം പരിപ്പ് കറി, 1 ദിവസം ആട്ടിറച്ചി. അത് പണ്ടും ഉണ്ട്. ഈ 70കളിലൊക്കെ ഉണ്ടോ അത്? ഇപ്പം മാത്രമല്ല, ഈയിടെയൊക്കെ ആട്ടിറച്ചിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പം വലിയ ലാവിഷാണല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ അടുത്ത കാലത്ത് വന്നതൊന്നുമല്ല. അല്ലല്ല, അത് അന്നേ അല്ല. അത് പിന്നെ ആദ്യകാലത്ത് ഈ ജയിൽ മെനു ഉണ്ടാക്കിയ കാലത്തെ ഉള്ളതാണ്. ഭക്ഷണ കാര്യത്തിൽ എപ്പോഴേലും പരാതി തോന്നിയിട്ടുണ്ടോ ജയിലിൽ? എനിക്ക് പരാതി തോന്നി ഈ അളവ് കുറയ്ക്കും. 200 ഗ്രാം എന്ന് പറയുന്നത് കിട്ടിയല്ലേ? ചിലപ്പോൾ കിട്ടത്തില്ല. നമുക്ക് ഈ ഒരു 350-400 ഗ്രാം ചോറിനകത്ത് കിട്ടും. അത് ശരി. ഒന്ന്. രണ്ടാമത് ഈ ഇറച്ചി 50 കിലോ ഇറച്ചി സ്റ്റാഫ് പിന്നെ തടവുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേ 50 കിലോ തൂക്കം ഉദ്യോഗസ്ഥന്മാരുടെ മെസ്സിലേക്കും പോകും. അപ്പോൾ ഈ തടവുകാരിൽ നിന്ന് അടിച്ചു മാറ്റിയെങ്കിലും കൊടുക്കാൻ നോക്കൂ. ഇല്ലെങ്കിൽ ഒരു തടവുകാരന് 75 ഗ്രാം ഇറച്ചിയാണ് പറയുന്നത്. 75 ഗ്രാം ഇറച്ചി, 14 ഗ്രാം എല്ലും. ഇങ്ങനെ അതിൻ്റെ കണക്കൊക്കെ. അതുപോലെയുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥനും ആ തൂക്കത്തിലേ കൊടുക്കാനൊക്കെ. ഈ തടവുകാർക്ക് ഉദ്യോഗസ്ഥർക്ക് ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ്. അത് അവർക്ക് പ്രത്യേകം വെച്ച് കൊടുക്കണം, അവർക്ക് പ്രത്യേകം മെസ്സ്. സബ് ജയിലിലാകുമ്പോൾ ഒന്നിച്ച്. പിന്നെ കറിയൊക്കെ ഒന്ന് പ്രത്യേകിച്ച് ചിലപ്പോൾ രണ്ടാമത് ചേർക്കും എന്നുള്ളതേ ഉള്ളൂ. കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും അവർക്ക് കൊടുക്കും. നമുക്ക് പിന്നെ പക്ഷേ ഇത് വെക്കുന്നതെല്ലാം തടവുകാർ തന്നെയല്ലേ? അത് അവർക്കായാലും നമുക്കായാലും എല്ലാം തടവുകാർ തന്നെയായിരിക്കും വെക്കുന്നത്. എന്നാൽ അത് വൈകുന്നേരത്ത് പിന്നെ 3 ദോശ ഗോതമ്പിൻ്റെ. അത് എത്ര മണിക്കായി അത്താഴം? 5 മണിക്ക്. 5 മണിക്ക് 5-5:15 5-നും 5-5:30 തരും. എപ്പോൾ വേണേലും കഴിക്കാതെ. 5-ന് 5. അത് ദോശയൊന്നും കഴിക്കാൻ ഒക്കത്തില്ലായിരുന്നു. അപ്പോഴേ കഴിച്ചോളും. ഈ ഗോതമ്പുണ്ടയൊക്കെ രാവിലെ കിട്ടിയിരുന്ന ഏത് കാലത്താ? ഈ കഞ്ഞി മാറിയ ഉടനെ തന്നെ. കഞ്ഞി മാറിക്കഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കി. അത് സബ് ജയിലുകളിൽ അന്നും ഉണ്ടായിരുന്നൊക്കെ ആയിരുന്നു. ഒരു വീട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് സാധാരണഗതിയിൽ? ഈ വീട്ടിൽ മുതലുണ്ടാവും എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഞാൻ അങ്ങനെ ഒരു മോഷണ സ്ഥലമോ മോഷണ വീടോ പ്രത്യേകിച്ച് നോക്കാറില്ല. പാലാ പൊൻകുന്നൻ റോഡ് ഇവിടെയൊക്കെ നിശ്ചയമല്ലേ? ഇല്ല, ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടിയാ. മണി 2:30-3 മണി കഴിഞ്ഞു. സമയം കള്ളനായ 1.5 മണിക്കൂറേ കിട്ടും. അത് ഏത് സമയമാണ് ഇപ്പം പറയണോ? പറഞ്ഞു. കല്യാണം കഴിഞ്ഞതേ ഉണ്ടായിരുന്നല്ലോ, അതോ കല്യാണം വരാൻ പോവാണോ? കല്യാണം നടന്ന വീട്. നടന്നിട്ട് ബാക്കി അവിടെ സ്വർണ്ണങ്ങളെല്ലാം അവിടെ വെച്ചിരിക്കുക. അത് അവിടെ വെച്ചിരുന്നത്. അത് എവിടെ വെച്ചിരിക്കുന്നത്? കക്കൂസി വെച്ചിരിക്കുന്നത്. ഇത് കക്കൂസിലാണെന്ന് എങ്ങനെ മനസ്സിലായി? ഇത് എത്ര ഉപദ്രവിച്ചാലും പറയണ്ടെന്ന് പറയുന്നത് പറയത്തില്ല. അബ്ദുൾ റഹ്മാൻ എന്നാണ് പേര്. അറിയപ്പെടുന്നത് കറുത്ത അന്തർ. അന്തർ എടുത്തിട്ടില്ല. അന്തറിന് പല പണിയും. അവസാനം ജനനേയും തിരിച്ച് പട്ടീസ് ചുറ്റി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്തർ ഇതിനെ നോക്കിയിട്ട് പറയാ, 500 രൂപ ഏമാൻ ചോദിക്കുന്നത് കേട്ടില്ലേ, പറഞ്ഞോളൂ.